വീഡിയോ ആണ്. തീർത്താത്ത സത്യമാണ്. കസ്റ്റംസ് എന്റെ പെട്ടി എല്ലാം പിടിച്ചെടുത്ത് തീർത്താത്ത. നിനക്ക് കിട്ടിയൊന്നും പോരെ, ചുമ്മാ അവിടെ പിടിക്കുന്നത്. എനിക്ക് ഭയങ്കര സങ്കടമാണ് തീർത്താത്ത. കാരണം എന്താണെന്നറിയോ, ആ പെട്ടിക്കകത്ത് നിറച്ച് ഡയപ്പറായിരുന്നു. നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. അത് ഞങ്ങൾ അങ്ങ് സഹിച്ചു. നമ്മളൊക്കെ പോയി അവിടെ തന്നെയാണ് യൂറിൻ പാസ് ആവുന്നത് വെച്ചാൽ നമുക്ക് ഫ്ലൈറ്റ് ലൈനുള്ള ഫെസിലിറ്റീസ് അറേഞ്ച് ചെയ്ത് തന്നിരിക്കും. നമ്മൾ അതിനകത്ത് തന്നെ ചെയ്യുന്നു. ഇവർക്ക് അത് പറ്റത്തില്ല. അപ്പൊ തെറികളവി ഡയപ്പർ ഉപയോഗിക്കുന്നു എന്നുള്ളത് നല്ലൊരു ഇൻഫർമേഷൻ. മാജിക് മൊമെന്റ് വാങ്ങിക്കാം, അടിക്കാം. മാജിക് മൊമെന്റ് വാങ്ങിക്കാം, അടിക്കാം. മനസ്സുമോയോ അടിക്കാം. ഇത് തന്നെ ഇറങ്ങിയിട്ട് അവിടെ ആ ഒരു ആക്ഷൻ മൊത്തത്തിൽ നല്ല പോലെ കഴിച്ചിട്ട് ഇറങ്ങി വരുന്ന ഒരാളുടെ കയ്യിൽ നിന്ന് ഇങ്ങനെയൊക്കെ സംസാരം കിട്ടും. അല്പാൽപ്പം കഴിച്ച് ഇതില്ലാതെ എനിക്ക് ജീവിക്കാൻ വയ്യെന്നായി. ആർക്കൊക്കെയോ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, എന്തായിരുന്നു ഇവിടെ ഈ ഡയപ്പറിനെ പറ്റി പറയണമെന്ന്. എടാ നിങ്ങൾക്ക് അറിയില്ലേ, അതുകൊണ്ടാണ് അത് എയർപോർട്ടിൽ പിടിച്ചു വെച്ചത്. ടിഷ്യൂ, അതായത് ടിഷ്യൂ ആണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ടാണെങ്കിൽ പോയി ഇത് ക്യാച്ചപ്പ് ചെയ്ത് അവിടെ വെക്കും. എന്തുകൊണ്ടെന്നറിയാം, അതിനകത്തായിരിക്കും സാധനം ഉണ്ടാവുക. ഒന്നുകിൽ ഡ്രഗ് ആയിരിക്കും, അല്ലെങ്കിൽ സ്വർണ്ണമായിരിക്കും, അല്ലെങ്കിൽ വേറെന്തോ എക്സ്ട്രാ കരിക്കുലർ സാധനം. അത്രേ ഉള്ളൂ. ആശാന്റെ കംപ്ലീറ്റ് ബയോഡാറ്റ ഞാൻ കിട്ടിക്കഴിഞ്ഞു. കിട്ടിയല്ലേ? എന്തായാലും അവിടെ പെട്ടി പിടിച്ചു വെച്ചു. ഞാൻ പറഞ്ഞത് വെറുതെ അല്ലല്ലോ. അത് പോയിന്റാണ്. ഏൽക്കുന്നത് കണ്ടോ. നമ്മൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അല്ല എന്ന് തെളിയിക്കാവില്ല, ആണ് നമ്മളെ ഒന്ന് പറയും. ഒരു പക്ഷേ കിച്ചു എന്റെ വീഡിയോസ് ആയിരിക്കും കൂടുതൽ നന്നായി മനസ്സിലായിട്ടുണ്ടാവുക. വട വിറ്റ് കൊണ്ടുവരുന്ന അവള് മക്കൾക്ക് വേണ്ടിയാണെന്ന് പറയുമ്പോൾ അതിലൊരു പങ്ക് ഞാനും കഴിക്കുന്നുണ്ടെന്ന് നാട്ടുകാർക്ക് മനസ്സിലാകുന്നു തിരിച്ചറിഞ്ഞ കുട്ടി. എനിക്ക് അതിൽ പങ്കില്ല, എന്നെ അവർ നോക്കിയിട്ടില്ല. അതിന് പങ്ക് മുഴുക്ക പറ്റുന്നത് അവളുടെ ചേച്ചിയുടെ ഭർത്താവും ആ കുട്ടികളുമാണ്. സ്വയം നന്നാവില്ല, ബാക്കിയുള്ളവർ നന്നാക്കേമില്ല. നീ അവിടെ തുണി ഉരിഞ്ഞ് കാണിച്ച് സബ്സ്ക്രിപ്ഷനിൽ കൂടെ പൈസ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിന്റെ ആ വൃത്തികേട് പറഞ്ഞ് അതിനേക്കാൾ എമൗണ്ട് എനിക്ക് ഇവിടെ ജനറേറ്റ് ആവുന്നുണ്ട്. നന്ദി ഉണ്ട് കേട്ടോ, സ്മരിക്കുന്നു. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എന്റെ ശത്രുക്കളാണ് എന്റെ വിജയം. പറ്റിപ്പോയടാ. വേണ്ട നീ പലതവണ പറഞ്ഞതാ, കേട്ടില്ല. ഞാൻ തന്നെ. പിന്നെ വേറൊരു കാര്യം കൂടെ പറയട്ടെ. ഞാൻ എന്തായാലും എന്റെ ചേച്ചി ഡെലിവറിക്ക് പോയപ്പോ ഞാൻ ചേട്ടനെ അടിച്ചോണ്ടൊന്നും പോയിട്ടില്ല മോളെ. ആണോടി? ആണോ? ചേട്ടൻ അടിച്ചോണ്ട് എങ്ങോട്ട് പോവണ്ടല്ലോ. ചേട്ടൻ അവിടെ ത്രീസം കളിക്കുകയല്ലേ, ചേച്ചി അനിയത്തിയും മോളും അവനും. അതായത് ചേച്ചി ഉണ്ടാവും, അനിയത്തി ഉണ്ടാവും, അവനും. ഈ ത്രീസം കളിക്കാനുള്ള ഒരു സ്പെഷ്യൽ ഇത്, അതായത് പെർമിഷൻ നിന്റെ അപ്പനും അമ്മയും തന്നിട്ടുണ്ട്. കഴകഴ പാതിലേഹ്യം ഇവിടെ ചോപ്പട്ടയിൽ ഫാർമസിയിൽ കിട്ടും. കൃമികടിക്കും ഉറക്കക്കുറവിനും വളരെ ഉത്തമം. നിനക്കൊരെണ്ണം വാങ്ങിച്ചു തരട്ടാ. ഞാൻ പറഞ്ഞില്ലല്ലോ ഓടിപ്പോയെന്ന്. വാ, അങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പൊ നീ അതാണ് ചെയ്യുന്നത്. ചേട്ടനെ നീ വിടാത്തതിന്റെ ഉദ്ദേശ ലക്ഷ്യത ഇപ്പൊ വെളിയിലെ നമ്മുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മളെ ചെറിയാൻ വന്നാൽ നമ്മൾ ഏറി മാന്തി. ഞാനും കല്യാണം കഴിച്ചു. ആദ്യത്തെ കല്യാണം കഴിച്ച വീട്ടുകാരും നാട്ടുകാരൊക്കെ എന്നെ കല്യാണം കഴിച്ചാണ്, പള്ളിയിൽ കെട്ടിയതാണ്. സോ കെട്ടിയത് ഇതിനു മുമ്പ് എന്തായിരുന്നു പറഞ്ഞിരുന്നത്? ഇപ്പൊ മനസ്സിലായില്ലേ നിങ്ങൾക്ക് ഇവളെന്താണ് എന്നെ എതിർക്കുന്നതെന്ന്? ഇവളെന്താ ആദ്യം പറഞ്ഞു? ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല, ഞാൻ ചുച്ചോട്ട മാത്രമേ ഞാൻ വിവാഹം കഴിച്ചിട്ടുള്ളൂ, ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല. ഞാൻ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു എന്നല്ലേ ഇവള് പറഞ്ഞത്. ഇപ്പൊ എവിടുന്ന് വന്നു ഒരു ബിനു? അപ്പൊ ലിസ്റ്റിൽ ബിനു വരും, ബിനുവിന്റെ ഇന്റർവ്യൂ ഉണ്ടാകും, അത് മുമ്പേ വെട്ടി ഒഴിച്ചിട്ട്. അതല്ലേ എടി, ഇത്രയേ ഉള്ളൂ. ഞാൻ മെനക്കെടന്നല്ലോ, ഞാൻ കുഴി വരുന്നത്, ഞാൻ പോകണ്ടല്ലോ, നീ തന്നെ പറയല്ലേ. ഇവ നമ്മൾ നാളെ എടുത്തോണേട്ടാ, ഇവനെടുക്കൊന്നാല.